ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ക്രീമി ആയിട്ടുള്ള ഒരു ഇളനീർ പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് പാർട്ടിയിലൊക്കെ ധൈര്യമായിട്ട് സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പുഡിങ്ങാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഒരു ഇളനീരിൻ്റെ കാമ്പാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് മിക്സിയുടെ ജാറിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മളിതൊന്ന് അരച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ അരച്ചെടുക്കുമ്പോൾ ഇളനീരിൻ്റെ വെള്ളം ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. ഏകദേശം ഒരു 4 സ്പൂണൊക്കെ മതി വെള്ളം, ഒരുപാട് വേണ്ട. അത് ചേർത്തതിന് ശേഷം നന്നായിട്ട് അരച്ചത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് അവിടെ മാറ്റി വെക്കാം. ഇനി നമുക്കിത് മെയിനായിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടത് ചൈന ഗ്രാസ് ആണ്. അപ്പോൾ ഞാനിവിടെ 10 ഗ്രാമിൻ്റെ ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കട്ട് ചെയ്ത് കഴിക്കാനാണെങ്കിൽ 10 ഗ്രാം മൊത്തം എടുക്കണം. കട്ട് ചെയ്യാതെ ക്രീമി ആയിട്ട് കഴിക്കാനാണെങ്കിൽ 8 ഗ്രാമൊക്കെ മതി. അപ്പോൾ ഞാൻ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. ചെറിയ പീസായി കട്ട് ചെയ്തിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്കൊരു 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് മാറ്റി വെക്കണം. ഏകദേശം ഒരു അരമണിക്കൂറോളം ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ നല്ലോണം കുതിർന്ന് കിട്ടും. അപ്പോൾ ഈ ഏകദേശം അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്യുന്ന അതേ സമയം തന്നെ വേറൊരു അടുപ്പിൽ നമ്മൾ പാലും തിളപ്പിക്കാൻ വെക്കുന്നുണ്ട്. അപ്പോൾ പാല് നമുക്ക് വേണ്ടത് 2 കപ്പാണ് കേട്ടോ. അപ്പോൾ ഏകദേശം 1/2 ലിറ്റർ പാലുണ്ടാവും. പിന്നെ ഇതിലേക്ക് ഞാൻ പഞ്ചസാര ചേർക്കുന്നുണ്ട്. 1/2 കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ മിൽക്ക് മെയ്ഡ് ചേർത്താൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാനത് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നന്നായിട്ട് നമുക്ക് പഞ്ചസാര ഒന്ന് മെൽറ്റ് ആവുന്നത് വരെ വെയിറ്റ് ചെയ്തെടുക്കാം. അല്ലാതെ ഒരുപാട് നേരം നമുക്കിതിങ്ങനെ വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഒരടുപ്പിൽ നമ്മുടെ ചൈന ഗ്രാസ് റെഡി ആവുന്നുണ്ട്. ലോ ഫ്ലെയിമിൽ വേണം ചൈന ഗ്രാസ് വെക്കാനായിട്ട്. അതേസമയം നമ്മളിവിടെ പഞ്ചസാര മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തോട്ട് ചേർക്കുന്നത് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ഇളനീരുണ്ടല്ലോ, അതാ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു ഇളനീരിൻ്റെ കാമ്പ് തന്നെ ഏകദേശം ഉണ്ടാവും ചെയ്ത് വരുന്ന സമയത്ത്. അപ്പോൾ തീരെ തിന്നായിട്ടുള്ള കാമ്പൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ 2 ഇളനീരിൻ്റെ ഒക്കെ എടുക്കാം. അപ്പോൾ ഇനി നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരു ഇതുപോലെ എന്തെങ്കിലും വിസ്ക് വെച്ച് മിക്സ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് നന്നായിട്ട് മിക്സായി കിട്ടും. ഇനി നമ്മൾ വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ ചൈന ഗ്രാസ് ഇവിടെ മെൽറ്റ് ആയിട്ടുണ്ട്. അത് നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചൈന ഗ്രാസിന് ചൂടുണ്ടാവണം ഒഴിക്കുന്ന സമയത്ത്, ഇല്ലെങ്കിൽ പാല് പിരിഞ്ഞു പോകും. അപ്പോൾ ഇനി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്യാം. ഒരുപാട് നേരമായിട്ട് ഇനി വേവിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ പാല് പിരിയും. അപ്പോൾ ചൈന ഗ്രാസ് ചേർത്ത് അപ്പം തന്നെ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്താൽ മതി. ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ എനിക്കൊരാളൊരു ഗിഫ്റ്റ് അയച്ചു തന്നത് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങളതൊന്ന് വാങ്ങിച്ച് നോക്കുക. അപ്പോൾ ഇത് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേ ട്രേ എടുത്തിട്ടുണ്ട് ഞാൻ. ഈ ട്രേക്കകത്തോട്ട് നമുക്ക് അരിച്ചിട്ട് വേണം ഇത് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ അരിച്ചിട്ട് ചേർത്താൽ മാത്രമേ ഇത് ശരിയായിട്ട് കിട്ടുള്ളൂ. കാരണം നമ്മുടെ ചൈന ഗ്രാസ് ഒന്നും മുഴുവനായിട്ട് മെൽറ്റായിട്ടുണ്ടാവില്ല. അതിൻ്റെ ചെറിയ പീസൊക്കെ ബാക്കി ഉണ്ടാവും. അപ്പോൾ നമുക്കിത് മൊത്തമായിട്ട് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഫുള്ളായിട്ട് ഞാനിത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് നന്നായിട്ട് അരിച്ചെടുക്കാം. ഇത് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. ഒരുപാട് പേര് കഴിച്ചിട്ടുണ്ടാവും. കല്യാണ പാർട്ടികളിലൊക്കെ എപ്പോഴും കാണുന്നൊരു പുഡിങ്ങാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാനിത് മുഴുവനായിട്ടും ഇത് ഒഴിച്ചിട്ടുണ്ട്. ഇനി ചെറുതായിട്ടൊന്ന് സെറ്റായി തുടങ്ങുന്ന സമയത്ത് നമുക്കിതിൻ്റെ മേലെയായിട്ട് കുറച്ച് ആ ഒരു പൾപ്പൊന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇളനീരിൻ്റെ കഷ്ണങ്ങളുണ്ടല്ലോ, അതിങ്ങനെ ചെറുതായിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് കടിക്കുമ്പോഴും നല്ല രസം ഉണ്ടാവും. അതുപോലെ തന്നെ കാണാനും നല്ല ഭംഗി ഉണ്ടാവും. കുറച്ചൊന്ന് സെറ്റായാൽ മാത്രമേ ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ, ഇല്ലേ താഴേക്ക് പോവും. അപ്പോൾ ഫുള്ളായിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാൻ വെക്കണം. ഏകദേശം നമ്മൾ ഒരു 2-3 മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിലൊന്ന് വെച്ചാൽ മതി. അപ്പോഴേക്കും നന്നായിട്ട് സെറ്റായിട്ട് കിട്ടും. അപ്പോൾ ഇനി നമുക്ക് വന്നിട്ടുള്ള ആ ഗിഫ്റ്റ് എന്താണെന്ന് നോക്കാം. ഇന്ന് നമുക്കൊരു ഗിഫ്റ്റ് വന്നിട്ടുണ്ട്. സൂക്ക് അബായ എന്ന് പറഞ്ഞിട്ടുള്ള പേജാണ് നമുക്ക് ഈ ഗിഫ്റ്റ് സെൻഡ് ചെയ്ത് തന്നിട്ടുള്ളത്. അപ്പോൾ ഓൾറെഡി അവർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏത് ടൈപ്പാണ് വേണ്ടതെന്നൊക്കെ. അപ്പോൾ ഡിസൈനൊക്കെ ഞാൻ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം അവർ ആ രീതിക്ക് തന്നെ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ പർദ്ദ എടുത്തപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് വെയിറ്റ് ഉള്ള പർദ്ദ എനിക്ക് ഇഷ്ടമില്ല എന്നുള്ളത്. അതിൻ്റെ കൂടെ അവർ പിന്നെ ചെറിയൊരു ഗിഫ്റ്റായിട്ട് ഒരു പെർഫ്യൂം അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് തുറന്ന് നോക്കാം. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു സ്മോൾ പെർഫ്യൂമാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു സ്ലൈഡും കൂടെ ഉണ്ടായിരുന്നു. ഞാൻ അവരുടെ അടുത്ത് ഫറാഷ മോഡലിലുള്ള അബയാണ് കേട്ടോ പറഞ്ഞിട്ടില്ല. അതും വൈറ്റ് സ്ട്രൈപ്സ് വരുന്ന രീതിയിൽ ഡിസൈനൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ്. കണ്ടില്ലേ, ഇതുപോലെയാണ് ഉണ്ടാവുക. ഞാൻ പറഞ്ഞു കൊടുത്ത പോലെ തന്നെ ഡിസൈനിൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്കതുകൊണ്ട് നല്ല ഇഷ്ടമായി. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ പേജിലൊന്ന് കയറി നോക്കാം. ഞാൻ എന്തായാലും മെൻഷൻ ചെയ്യാം സൂക്ക് അബായയുടെ പേജ്. അപ്പോൾ നിങ്ങൾക്ക് കയറി നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ അവർ പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്തു തരും.
അപ്പോൾ നമ്മുടെ ഗിഫ്റ്റ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമ്മുടെ ഇതേ പുഡിങ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതെടുത്ത് കട്ട് ചെയ്ത് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പുഡിംഗ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ ഇത് ഒരു പെയ്ഡ് പ്രൊമോഷനൊന്നും അല്ല കേട്ടോ. ആൾക്ക് എന്താ പറയുക, നമുക്ക് ഭയങ്കര സന്തോഷമായിട്ട് ഒരാൾ ഗിഫ്റ്റ് അയച്ചു തന്നാൽ നമുക്ക് അവർക്ക് എന്തെങ്കിലും ഒരു യൂസ്ഫുൾ ആവുന്ന പോലെ ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനിവിടെ ഇട്ടെന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് അവരുടെ പേജ് ഒന്ന് ഇൻസ്റ്റഗ്രാമിലൊന്ന് കയറി നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാ. താങ്ക് യു ഫോർ വാച്ചിങ്.